അടുത്ത ക്വസ്റ്റ്യൻ. Two blocks A and B are held stationary 10 meter apart on a 20-degree inclined plane as shown in the figure. The coefficient of friction between the plane and block A is 0.3, while it is 0.2 between the plane and the block B. If the blocks are released simultaneously, calculate the time taken and the distance travelled by each block before they are at the verge of collision. അപ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും. ബ്ലോക്ക് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ബ്ലോക്ക് എയുടെ വെയിറ്റ് താഴോട്ടായിട്ട് ചെയ്യുന്ന 250 ന്യൂട്ടണും ബ്ലോക്ക് ബിയുടെ വെയിറ്റ് താഴോട്ടായിട്ട് ചെയ്യുന്ന 500 ന്യൂട്ടണും തന്നിട്ടുണ്ട്. ഇതൊരു ഇൻക്ലൈൻ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഇൻക്ലൈൻ പ്ലെയിൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 20 ഡിഗ്രി ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ബ്ലോക്ക് എയും ഈ പ്ലെയിനുമായിട്ടും ഉള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3യും ബ്ലോക്ക് ബിയും ഈ പ്ലെയിനുമായിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2ഉം തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് എയിനെയും ബിയിനെയും സൈമിൾട്ടേനിയസ്ലി ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യാണ്, ഒരേ സമയത്ത് റിലീസ് ചെയ്യണം, ഒരേ ഒരു സമയത്ത് റിലീസ് ചെയ്യണം. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ബിയും എയും തമ്മിൽ കൊള്യൂഷൻ നടക്കുന്ന സമയവും അതിൻ്റെ ഡിസ്റ്റൻസും എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ബ്ലോക്ക് എയും ബിയും തമ്മിൽ കൊള്യൂഷൻ നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ മൊത്തത്തിൽ ചോദിച്ചിരിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ബ്ലോക്ക് എ മാത്രമായിട്ട് എടുക്കാം. ബ്ലോക്ക് എ മാത്രമായിട്ട് എടുക്കുമ്പോൾ WA അതിൻ്റെ വെയിറ്റ് താഴോട്ടായിട്ട് ചെയ്യുന്ന അലോങ് ദി ഇൻക്ലൈൻ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനും ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനും. അലോങ് ദി ഇൻക്ലൈൻ പ്ലെയിൻ ഇങ്ങനെയാണ്. സോ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇതും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇതുമായിരിക്കും അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ. അത് ശ്രദ്ധിക്കുക. സോ നമ്മളെല്ലാം അലോങ് ദി ഇൻക്ലൈൻ പ്ലെയിൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇവിടെ എയിൽ മോഷനുണ്ട്, എങ്ങോട്ടാണ്? താഴോട്ടായിരിക്കും എ ട്രാവൽ ചെയ്യുന്നത്. സോ ഈ ഡയറക്ഷനിലോട്ട് മോഷനുണ്ട്, എന്നാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലോട്ട് ഇല്ല. ഈ ഡയറക്ഷൻ, അതായത് ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ ഡയറക്ഷനിലോട്ട് മാത്രമേ മോഷൻ ഉള്ളൂ. സോ കൺസിഡർ ദി മോഷൻ ഓഫ് ദി ബ്ലോക്ക് എ, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ താഴോട്ട് അതിൻ്റെ വെയിറ്റ് WA അതിന് രണ്ട് കമ്പോണൻസ് കാണും, ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും. സോ അത് മാർക്ക് ചെയ്തു. ഇനി താഴോട്ട് പോകുന്നതാണ് ഇത് മ്യൂ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ബ്ലോക്ക് എയും പ്ലെയിനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. സോ ഇതായിരിക്കും അതിൻ്റെ പ്ലെയിന്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ അറ്റ് എ. ഇനി ബ്ലോക്ക് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും അറ്റ് ചെയ്യുന്നത്? ഇങ്ങോട്ടായിരിക്കും. ഈ ബ്ലോക്ക് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ബ്ലോക്കും പ്ലെയിനിൻ്റെ അതേ സെയിം ഡയറക്ഷൻ, ആ പ്ലെയിനിന് പാരലായിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ MUA × RNA. MUA എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ബ്ലോക്ക് എ ആൻഡ് പ്ലേറ്റ് 0.3 തന്നിട്ടുണ്ട്, × RNA, ഈ നോർമൽ റിയാക്ഷൻ. സോ ഇത്രയും കമ്പോണൻസ് ആണ് ഇവിടെ വരുന്നത്. സോ നടുക്കത്തെ പോയിന്റിലോട്ടാണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് അസ്യൂം ചെയ്യുക. സോ വെയിറ്റ് നടുക്ക് ആഡ് ചെയ്തു എ എന്ന് പറയുന്ന പോയിന്റിൽ. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാർക്ക് ചെയ്തു. RNA ഈ പ്ലെയിന്, ഈ ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്തു. ആ പ്ലെയിൻ്റെ അതേ ഡയറക്ഷനിലോട്ട്, അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തന്നെ പ്ലെയിനിൻ്റെ ലൈൻ ഓഫ് ആക്ഷന് കൂടെ തന്നെയാണ് MUA RNA, അത് മാർക്ക് ചെയ്യും. MUA RNA. സോ അത് മാർക്ക് ചെയ്തു. ഇനി ഇതാണ് ഇൻക്ലൈൻ പ്ലെയിൻ, 20 ഡിഗ്രി ഹൊറിസോണ്ടലായിട്ട് മേക്കും. സോ ഇത് 20 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും, ഇത് 90 - 20 ആയിരിക്കും, ഇത് എത്ര ആയിരിക്കും? ഇവിടെ 70 ആയിരിക്കും വരുന്നത്. സോ ഇത് വീണ്ടും 90 ഡിഗ്രിയാണ്. സോ ഇത് 20 ഡിഗ്രി ആയിരിക്കും. സോ ഈ വെയിറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് അലോങ് ദി ഇൻക്ലൈൻ പ്ലെയിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 20 ഡിഗ്രീസ് ആണ്. അത് വെച്ചിട്ട് വെയിറ്റിൻ്റെ കമ്പോണൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഈ കമ്പോണൻ്റാണ്. ഈ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ -WA sin 20 ഡിഗ്രി, കാരണം 20 ഡിഗ്രി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട്. സോ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കണ്ടുപിടിച്ചു. വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? -WA താഴോട്ടാണ് ആരോ, -WA cos 20 ഡിഗ്രി, കാരണം 20 ഡിഗ്രി വെർട്ടിക്കലായിട്ടാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. സോ ആ കമ്പോണൻസ് മാർക്ക് ചെയ്തു. ഇനി എന്തുവാണ്? മോഷൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. മോഷൻ ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഫോഴ്സ് നടത്തുള്ളൂ. മോഷൻ ഈ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുന്ന ബ്ലോക്ക് താഴോട്ട് മൂവ് ചെയ്യും, ഇൻക്ലൈൻ പ്ലെയിനിലെ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ. സോ ഇങ്ങോട്ട് മാത്രമേ മോഷൻ ഉള്ളൂ, മുകളിലോട്ട് മോഷൻ ഇല്ല. സോ ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് മാത്രമേ മോഷൻ ഉള്ളൂ. സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു -M × A. മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു M × A ആയിരുന്നു.
സോ ഫോഴ്സ് ഇസിക്കൽ ടു എം ഇൻറ്റു എ. അത് ഏത് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലോട്ട് മാത്രമേ ഉള്ളൂ. സോ അത് മാർക്ക് ചെയ്തു. ഫോഴ്സ് ഇസിക്കൽ ടു എം ഇൻറ്റു എ. നെറ്റ് ഫോഴ്സ് അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എം ഇൻറ്റു എ. മാസ് ഇൻറ്റു അലോങ് ദി എ ഡയറക്ഷൻ ഇൻറ്റു എ ആക്സലറേഷൻ അലോങ് എ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. അവിടുത്തെ ഫോഴ്സസ്, ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ്, ഈ ഡയറക്ഷൻ ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലുള്ള ഫോഴ്സ്. സോ ഇങ്ങോട്ട് മ്യൂ ആർ എൻ എ പോസിറ്റീവ് ഉണ്ട് അല്ലേ, മ്യൂ ആർ എൻ എ. പിന്നെ ഇവിടുത്തെ വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു അല്ലേ, അതെത്രയാണ്? ഈ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതുണ്ട്, അതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് മൈനസ് ഡബ്ല്യു എ സൈൻ ടു. സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു ആർ എൻ എ, മ്യൂ എ എന്ന് എഴുതുക, ഇൻറ്റു ആർ എൻ എ മൈനസ് ഡബ്ല്യു എ സൈൻ 20 ഡിഗ്രി. അതാണ് അവിടുത്തെ ഫോഴ്സ്. വിൽ ബി ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു എ. സോ ഡബ്ല്യു എ സൈൻ 20 ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവും. അപ്പോൾ ഇത് മൈനസ് മാറി പ്ലസ് ആവും. സോ ഡബ്ല്യു എ സൈൻ 20 ഡിഗ്രി മൈനസ് മ്യൂ ആർ ഇൻറ്റു എൻ എ ഈക്വൽ ടു എം എ ഇൻറ്റു അങ്ങനെ എഴുതി ഇവിടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് വെയിറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ഡബ്ല്യു എ ഇൻറ്റു സൈൻ 20 ഡിഗ്രി മൈനസ് മ്യൂ എ ഇൻറ്റു ആർ എൻ എ ഈക്വൽ ടു എം എ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ ജി, അതാണ് ഈ ചെയ്തിരിക്കുന്നത്, ഇൻറ്റു എ. സോ ഡബ്ല്യു എ അറിയാം 250 സൈൻ 20 മൈനസ് മ്യൂ എ അറിയാം 0.3 ഇൻറ്റു ആർ എൻ എ. ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിന്, ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടും ഫോഴ്സ് കണ്ടുപിടിക്കുക. പക്ഷെ അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. കാരണം മുകളിലോട്ട് ഫോഴ്സ് ഇല്ല. പക്ഷെ അതെന്താണ്, ഏതൊക്കെ റിയാക്ഷൻസ് വരും? മുകളിലോട്ടൊരു റിയാക്ഷൻ ആർ എൻ എ മൈനസ് ഇതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ്, കണ്ട ഫോഴ്സ് 0 ആയിരിക്കും. സോ ആർ എൻ എ മൈനസ് ഇതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് എത്രയാണ്? ഡബ്ല്യു എ കോസ് 20 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 0. അതിൽ നിന്ന് ആർ എൻ എ കിട്ടും. ഡബ്ല്യു എ അറിയാം 250 കോസ് 20 ചെയ്യുക. ഈ ആർ എൻ എയുടെ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എ കിട്ടും. ആക്സിലറേഷൻ ആണോ എ കിട്ടും. ബ്ലോക്ക് എയുടെ ആക്സിലറേഷൻ കിട്ടും.